Hello, my dearest Travel Click and Eat supporters. Welcome to another fantabulous journey. So welcome to Travel Click and Eat. And വന്നിരിക്കുന്നത് എലപ്പീഡികയിലാണ്. ഇവിടെ എലപ്പീടിക എന്ന ഈ ഒരു വണ്ടർഫുൾ അടിപൊളി സ്പോട്ടിൽ എത്തേണ്ട ഒരു എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഒരു കവാടമുണ്ട്. എലപ്പീടിക വെൽക്കം ടു എലപ്പീടിക എന്ന് പറഞ്ഞ ഗ്രാമപഞ്ചായത്ത് കവാടത്തിലൂടെ എൻ്റർ ചെയ്യുകയാണ്ടത്. നിങ്ങളപ്പോൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ദൂരം പോകണം. എന്നാൽ ഈ ഒരു അടിപൊളി സ്പോട്ട്, ഇതൊരു ഫോട്ടോ പിക്ചർ എടുക്കാനോ സേവ് ദ ഡേറ്റ് അങ്ങനെയൊക്കെ അടിപൊളി പറ്റിയ ഒരു സ്പോട്ടാണ്. ഹലോ, ഞാൻ മേഘയാണേ. അപ്പം നമ്മളിപ്പം കണ്ണൂരും വയനാടിനും ഇടയ്ക്കുള്ള ഒരു എലപ്പീടിക എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നിങ്ങൾ പലരും ഇതിൽ കണ്ടിട്ടുണ്ടാവാം, പോയിട്ടുണ്ടാവാം പ്ലേസ്. അപ്പം നമ്മൾ ഈ ഒരു യാത്ര ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ ഭയങ്കര അടിപൊളിയാണ്, ബ്യൂട്ടിഫുള്ളാണ്. നിങ്ങളൊരു ഏകദേശം 11 മണിയെല്ലാം ആകുമ്പോൾ ഇവിടെ എത്തിയ അടിപൊളി വൈബാണ്. അപ്പം സോ ലെറ്റ്സ് സീ കായലാകെ വഞ്ചി വന്നേ, കായലാകെ വഞ്ചി വന്നേ, കായലോരം കാത്തു നിന്നേ, കാറ്റു വന്നേ. So now we have reached Elapediga. This is in Kannur, situated in Kannur, but most of the people think this is at Wayanad district. But no, it's a part of Kannur. So I think this is a beautiful scenery you can see here. You can see Talshiri also from here. പാട്ടുമൂളാൻ നേരമായേ കൂട്ടുകൂടാൻ കാറ്റു വന്നേ. And actually early morning is the best time for you to come here, because now I reached little late. So early morning time when you come here, you can see the beautiful scenery and everything is so beautiful. But so it's better you come in the early morning hours like 9-10 a.m. It is in Kannur. We are winding up for today, and now so till then we come with another destination. See you all, bye. അമ്പിളി മാനത്തു വന്നുദിച്ചേ, മാനത്തു വെട്ടം പറന്നിടുന്നേ, സന്ധ്യക്ക് ചന്തം ചലിച്ചിടുന്നേ, പൊൻസൂര്യൻ അന്തി മയങ്ങിടുന്നേ. അമ്പിളി മാനത്തു വന്നുദിച്ചേ, മാനത്തു വെട്ടം പറന്നിടുന്നേ. ഓ ദിത്തിത്താരോ ദിത്തിത്തേ ദിത്തേ ദഗദൈദൈദോ, ഓ ദിത്തിത്താരോ ദിത്തിത്തേ ദിത്തേ ദഗദൈദൈദോ, ഓ ദിത്തിത്താരോ ദിത്തിത്തേ ദിത്തേ ദഗദൈദൈദോ, ഓ ദിത്തിത്താരാ ദിത്തിത്തേ ദിത്തേ ദഗദൈദൈദോ.